ഡങ്കി, ഡോങ്കി, ഡുങ്കി എന്നൊക്കെ പറയും. ശരിക്കുള്ള പേര് ഡങ്കി എന്നാണ്. ഇൻലീഗൽ ഇമിഗ്രൻസിന് പറയുന്ന പേരാണ് ഡങ്കി എന്ന് പറയുന്നത്. ശരിക്കും അന്ധകാലത്ത് ഉച്ചാരണം ഡോങ്കി ഡുങ്കി എന്നൊക്കെ ആയതുകൊണ്ട് ഡുങ്കി എന്നൊക്കെ പറയുന്നതാണ്. ശരിക്കും ഡങ്കി എന്നാണ്. ഈ സിനിമയിൽ ഒരു നായകൻ SRK ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും SRKയുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു SRK പടം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നിരാശരാകത്തുള്ളൂ. അതേസമയം ഒരു കംപ്ലീറ്റ് രാജ്കുമാർ ഹിരാനി മൂവി പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചേർക്കട്ടെ, രാജ്കുമാർ ഹിരാനിയുടെ ഇതിനു മുമ്പുള്ള മുന്നാബായി ആണെങ്കിലും സഞ്ജു ആണെങ്കിലും PK ഒന്നും പ്രതീക്ഷിച്ച് 3 Idiots ഒന്നും പ്രതീക്ഷിച്ച് ആ ഏരിയയിട്ട് പോകരുത്. ഇത് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡങ്കി എന്ന് പറയുന്ന സിനിമ പറയുന്നത്. അതുകൊണ്ട് പലരും കമ്പയർ ചെയ്യുന്നത് കണ്ടു രാജ്കുമാർ ഹിരാനിയുടെ പഴയ സിനിമകളൊക്കെ ആയിട്ട്. അതിൽ കാര്യമൊന്നുമില്ല. ഈ സിനിമ ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു ടൈം ഇതാണ്. കാരണം അന്ധകാലത്ത് ഇന്നിപ്പോൾ ഈ സിനിമ കഴിയുമ്പോൾ തന്നെ 20 വർഷങ്ങൾക്ക് ശേഷം രാജ്യാതിർത്തി ഭേദിച്ചുകൊണ്ടുള്ള യാത്രകളെ എങ്ങനെ കാണുന്നു എന്നുള്ള സിനിമയുടെ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടം ഇനിയുള്ള കാലഘട്ടത്തിലും ഡങ്കി ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയാണ്. സ്റ്റോറി ലൈൻ ഞാൻ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കഥയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ. അതേ ഉള്ളൂ സ്റ്റോറി. പക്ഷേ ഇതിലൊരു 2-3 പേരെ ലൈഫ് പറയുന്നുണ്ട്. ആ ലൈഫ് എന്താണ്, അവരെങ്ങനെ UK എത്തി എന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതൊരു ഇമോഷണൽ ട്രാക്കിലൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ രാജ്കുമാർ ഹിരാനിയുടെ സിനിമകളിലെ ഹ്യൂമറൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന, നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ വളരെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഹ്യൂമറൊക്കെയാണ് പുള്ളി സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് സിനിമയുടെ നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ ലെങ്ത്ത് കുറയ്ക്കാമായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസിലായിട്ട് ഒന്ന് ട്രിം ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ക്ലൈമാക്സ് ഇച്ചിരി ട്രാജഡി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ ഇച്ചിരി ട്രിം ചെയ്തിരുന്നെങ്കിൽ സിനിമ കുറച്ചും കൂടെ ഈ പറഞ്ഞ ലാഗ് ഒഴിവാക്കാം എന്നുള്ളൊരു പരാതി ഒഴിവായി കിട്ടിയെന്ന് തോന്നുന്നു. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. രാജ്കുമാർ ഹിരാനിയുടെ മറ്റ് സിനിമകളോടൊപ്പം തന്നെ ഞാൻ വെക്കും. ആ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസിലായിട്ട് വന്നാൽ എല്ലാവരും കട്ടയ്ക്കാണ്. എടുത്തു പറയേണ്ടതാണ് SRK, തപ്സി, രണ്ടുപേരും പൊളിച്ചെടുക്കിയിട്ടുണ്ട്. ഈ സിനിമയുടെ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള പാട്ടുകളാണ്. ശരിക്കും സിനിമയായിട്ട് ഇഴകിച്ചേർന്നുള്ള രീതിയിലാണ് പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സിനിമ ഒരുപാട് കരയാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഈ സിനിമ കഴിഞ്ഞ് റെഫ്യൂജിയേഴ്സിൻ്റെ കുറച്ച് സ്റ്റിൽസ് കാണിക്കുന്നുണ്ട്. ആ സ്റ്റിൽസ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ആ സ്റ്റിൽസിൽ തന്നെ സിനിമയുടെ ഫുൾ സ്റ്റോറി നമുക്ക് ഒരു ഹോണ്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒറിജിനൽ സ്റ്റിൽസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സിനിമ പോയി കാണുക. നേരും സലാറും കണ്ട കൂട്ടത്തിൽ ഡങ്കി കൂടെ ഒന്ന് കണ്ടു നോക്കുക. കാരണം 3ഉം നല്ല പടമാണ്. 3 സിനിമയും കണ്ടു. ഡങ്കി കുറച്ചുകൂടെ ഇമോഷണലി നിങ്ങൾക്ക് കണക്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.